നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല ദിവസത്തിൻ്റെ ഈ പകൽക്കാല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്രകാരം ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ ആഴ്ചയിലെ പാഠപഠനം വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ പാഠപഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ആഴ്ച പഠിക്കുവാനുള്ളതായ ഭാഗം എന്ന് പറയുന്നത് ശിഷ്യന്മാരെ ഉപദേശിക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ചിന്തിച്ചു. കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ പല തരത്തിൽ ഉപദേശിച്ചതായിട്ട് കാണുന്നു. അത് തീർന്നില്ല, വീണ്ടും അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. മനപ്പാഠവാക്യമായിട്ട് നൽകിയിരിക്കുന്നത് 10-ാം അധ്യായം 45-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു വേദഭാഗമാണ് നാം ചിന്തിച്ചത്. ഈ ഒരു മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു തീം നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തിനു വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചു. അതിൽ 3.5 വർഷക്കാലം കർത്താവ് യേശുക്രിസ്തു തിരഞ്ഞെടുത്തതായ ശിഷ്യന്മാരെ ഓരോ സ്ഥലത്തും കൂട്ടിക്കൊണ്ടു പോവുകയും അവർക്ക് ഓരോ കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുകയും അതിനിടയിൽ പലരെയും സൗഖ്യമാക്കുകയും അതൊക്കെയും അവർ നേരിട്ട് കണ്ട് അനുഭവിച്ചവരാണ് ഈ ശിഷ്യന്മാർ. ഓരോ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു നൽകുകയും ഉപദേശിച്ചു കൊടുക്കുകയും എങ്ങനെ ജീവിക്കണമെന്ന്, അതുപോലെ എൻ്റെ കാലശേഷം എങ്ങനെ നിങ്ങൾക്ക് ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകണം എന്നതിനെക്കുറിച്ചൊക്കെയും ഒരു ഉപദേശം കൊടുക്കുന്നതായിട്ട് കാണുന്നു. പ്രധാനമായും കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ക്രൂശീകരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം, ഫോളോ ചെയ്യുവാൻ തക്കവണ്ണം താല്പര്യമുള്ളവർ എങ്ങനെയായിരിക്കണം, സകലവും വിട്ടെറിഞ്ഞുകൊണ്ട് ഡെയിലി ലൈഫിൽ അവരുടെ ദിനംതോറും തൻ്റെ ക്രൂശിനെ എടുത്തുകൊണ്ട് അനുഗമിക്കുവാനാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണെന്ന് വിചാരിക്കും. പക്ഷേ സുവിശേഷവുമായി ബന്ധപ്പെട്ട്, കർത്താവിൻ്റെ നാമമായിട്ട് ബന്ധപ്പെട്ട് നാം സഹിക്കുന്ന കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങളാണ് അത് കുറിക്കുന്നത്, കാണിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രയാസങ്ങൾ, വലിയ കഷ്ടതകൾ, വലിയ ശോധനകൾ ഒക്കെയും നാം അനുഭവിക്കുവാൻ തക്കവണ്ണം തയ്യാറാണോ? അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രം ഉള്ളതല്ല. ആ കഷ്ടപ്പാടുകൾ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ ആ ഒരു ക്രൂശും എടുത്തുകൊണ്ട് നാം ജീവിക്കണം. ആ ഒരു ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. ആ ഒരു മനോഭാവത്തിലായിരിക്കണം നാം ഓരോരുത്തരും. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന, കർത്താവ് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നുള്ളതായ ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് വിളിക്കുന്ന അവർ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കർത്താവിനെ ഫോളോ ചെയ്യുന്നത്? കർത്താവ് യേശുക്രിസ്തു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചോ, എങ്ങനെ മറ്റുള്ളവരോട് ഇടപഴകിയോ, എങ്ങനെ സംസാരിച്ചോ എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ജീവിതമായിട്ടത് കൂട്ടി അല്ലെങ്കിൽ മുട്ടിച്ച് നോക്കുമ്പോൾ, തട്ടിച്ച് നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും എത്ര വ്യത്യസ്തമായാണ് ജീവിക്കുന്നത് എന്നുള്ളതായ ആ ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുന്നു. കർത്താവ് നമുക്ക് ഒരു മാതൃകയാണ്. കർത്താവ് ജീവിച്ചതുപോലെ ശിഷ്യന്മാരാകുവാൻ തക്കവണ്ണം താല്പര്യമുള്ള നാം ഓരോരുത്തരും ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇല്ല എങ്കിൽ ഈ അന്ത്യനാളുകളിൽ നാം അതിനായിട്ട് ഒരുങ്ങുക. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചു.
ആ വഴിയിലൂടെ നാമും നടക്കുവാനായിട്ട് നാം ശ്രമിക്കുക. പ്രധാനമായും ഈ ആഴ്ചയിൽ പറഞ്ഞിരിക്കുന്നത് 10-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണെന്ന് ഞാൻ പറഞ്ഞു. വിവാഹ ബന്ധത്തെ ആസ്പദമാക്കി, കുഞ്ഞുങ്ങളെ ആസ്പദമാക്കി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോറിറ്റീസ് എന്താണോ നമുക്ക് വേണ്ടത് അതിനെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. നാം ആരെയാണോ മുൻപന്തിയിൽ നിർത്തേണ്ടത്, നാം ആരെയാണോ ആശ്രയിക്കേണ്ടത് അതിനെക്കുറിച്ചും, അതുപോലെ കർത്താവിൻ്റെ മിഷനെക്കുറിച്ചും, ശിഷ്യന്മാർ നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് ഈ ഒരു 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ നാം കാണുന്നത് വിവാഹമോചനം എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, വിഷയത്തെക്കുറിച്ച് പരീശന്മാർ കർത്താവിനോട് ചോദിക്കുന്നതും അതിന് കർത്താവ് പറയുന്ന മറുപടിയും, അതിനുശേഷം യേശു ക്രിസ്തു അനുഗ്രഹിക്കുവാൻ തൊടുവാൻ തക്കവണ്ണം അവൻ്റെ അടുക്കൽ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് മാതാപിതാക്കൾ ശിശുക്കളെ, കുഞ്ഞുങ്ങളെ അയക്കുന്നതും കാണുന്നു. അതിനുശേഷം അവിടെ എന്ത് സംഭവിക്കുന്നുവെന്നും നാം ഈ ആഴ്ച കാണുന്നു, 10-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. അതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ധനവാൻ, സമ്പന്നനായ ഒരു വ്യക്തി കർത്താവിൻ്റെ അടുക്കൽ ഓടി വരുന്നതും അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യവും അത് കേട്ട് മനസ്സിലാക്കി കർത്താവ് യേശു ക്രിസ്തു തിരിച്ച് പറയുന്നതായ ഉത്തരങ്ങളും നാം ഈ ആഴ്ചയിൽ കാണുന്നു. ഇതൊക്കെ നമ്മൾ കേട്ട് വരുന്നവരാണ്. ഇന്നത്തെ ജീവിതത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ സമയത്ത്, ഈ ഇന്നത്തെ ആധുനിക കാലഘട്ടത്ത് ഇതിനെന്ത് പ്രശസ്തിയാണുള്ളത്? നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായുള്ള ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തു നൽകുന്നതായ ഓരോ മുന്നറിയിപ്പ് അല്ലെങ്കിൽ നൽകുന്നതായ ടീച്ചിങ്സ്, ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നാം ചിന്തിക്കുന്നത്. ഇത് നമുക്ക് കൂടെയുള്ളതായ ഒരു ഉപദേശമാണ്, ശിഷ്യന്മാരെ ഉപദേശിക്കുന്ന 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അവസാനത്തിൽ 10-ാമത്തെ അധ്യായം അവസാനത്തിൽ കാണുന്നത് ഒരു ശുശ്രൂഷ, ഒരു കുരുടന് സൗഖ്യം പ്രാപിക്കുന്നത് കൂടെ ആ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു കുരുടന് സൗഖ്യമാക്കുന്നത്. അത് ഇച്ചിരി സമയമെടുത്ത് 2 പ്രവൃത്തികൾ കൊണ്ട് ചെയ്തതാണ്. നാം ചിന്തിക്കുമ്പോൾ കാഴ്ച, ആത്മീയ ഉൾക്കാഴ്ച പലർക്കും ലഭിക്കുവാൻ ഇച്ചിരി കുറച്ച് സമയം എടുത്തേക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നു. ആദ്യത്തെ ഭാഗം വരുമ്പോൾ വിവാഹത്തെ സംബന്ധിച്ചതായ ദൈവത്തിൻ്റെ പദ്ധതി, വിവാഹം പവിത്രവും നിർമ്മലവുമാണ്, വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടതായ ഒന്നാണ് വിവാഹബന്ധം എന്ന് നാം തിരുവചനത്തിലുടനീളം കാണുന്നു. ഇത് സ്ഥാപിച്ചത് മനുഷ്യരല്ല, ദൈവമാദിയിൽ സ്ഥാപിച്ചതായ ഒരു വിശുദ്ധ ശുശ്രൂഷയാണ് വിവാഹം എന്ന് പറയുന്നത്. യഹോവയായ ദൈവം ഒന്നിപ്പിച്ചായ സ്ത്രീയെയും പുരുഷനെയും വേർതിരിക്കുവാൻ തക്കവണ്ണം മനുഷ്യർക്ക് ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് കർത്താവ് യേശു ക്രിസ്തു ഇതിലൂടെ കാണുന്നു. നമുക്കറിയാം, പരീശന്മാർ ഒരു തക്കം നോക്കിയിരിക്കുകയാണ്, ഒരു ചാൻസ് നോക്കിയിരിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ എങ്ങനെ കുറ്റവാളിയാക്കാം, എങ്ങനെ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും അവനെ വേർതിരിക്കാം, അവനിൽ പലതും പഴിചാരാം, എങ്ങനെ അവനെ അവരുടെ പക്കൽ നിന്ന് അവർക്കുള്ളതായ ആ ഒരു മനോഭാവത്തിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായം. നല്ലവനാണ്, നല്ല ശുശ്രൂഷകനാണ്, നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്, പ്രവാചകനാണ്, ദൈവപുത്രനാണ് എന്നൊക്കെയും പലർക്കും അഭിപ്രായം. അവരങ്ങനെയാണ് വിചാരിക്കുന്നത്. അവരുടെ ആ അഭിപ്രായത്തിൽ നിന്നും ആ ഒരു മനോഭാവത്തിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തുവിനെ മുഴുവനായിട്ടും മാറ്റണം. അവരുടെ ഉള്ളിലുള്ളതായ ചിത്രം, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിത്രം മുഴുവനായിട്ടും മാറ്റണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി പരീശന്മാർ പല കാര്യങ്ങളിലും എതിർക്കുന്നതായിട്ടും പല ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടും ഒക്കെയും സുവിശേഷങ്ങളിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. അതിനൊക്കെയും കർത്താവ് യേശു ക്രിസ്തു വളരെ ബുദ്ധിയോടെ അവരോട് മറുപടി പറയുന്നതും കാണുന്നു. ഇവിടെ പറയുന്നത് 10-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ളതായ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്ന് പരീശന്മാർ കർത്താവ് യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നത് കാണുന്നു.
ഇവരുടെ ഇടയിൽ ആ വിവാഹമോചനം എന്ന് പറയുന്നത് അവർക്ക് അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അവർ ഒരു കാര്യത്തിന്മേൽ, ഒരു ചെറിയ കാര്യത്തിന്മേൽ ഇഷ്ടക്കേട് സംഭവിച്ചാൽ ഉടനടി വിവാഹ മോചനമാണ് കാണുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച, ചെറിയ തോതിൽ വീഴ്ചയുണ്ടെങ്കിൽ എന്താണ്, അവരെ ഉടനടി ആ ഒരു ബന്ധം വേർപെടുവിക്കുന്നതായിട്ട് കാണും. കാരണം മോശയുടെ നിയമം അത് അനുവദിക്കുന്നുണ്ട് എന്നവർ പറയുന്നു. ഇപ്രകാരം വായിക്കുന്നു: അവിടെ നിന്ന് അവൻ പുറപ്പെട്ട് യോർദാനക്കരെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. പുരുഷാരം പിന്നെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. പതിവ് പോലെ അവൻ അവരെ പിന്നെയും ഉപദേശിച്ചു. അപ്പോൾ പരീശന്മാർ അടുക്കെ വന്ന് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷനു വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്ന്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, മോശെ നിങ്ങൾക്ക് എന്ത് കൽപ്പന തന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്നു, ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് അവളെ ഉപേക്ഷിപ്പാൻ മോശെ അനുവദിക്കുന്നു, അല്ലെങ്കിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. 5-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. കർത്താവ് യേശു ക്രിസ്തു പറയുന്ന മറുപടി: നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമത്രേ മോശെ നിങ്ങൾക്ക് ഈ കൽപ്പന എഴുതി തന്നത്. നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമത്രേ. സൃഷ്ടിയുടെ ആരംഭത്തിങ്കിലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും എന്ന് പറയുന്നു. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഭർത്താവിനും കൂടെയാണ് ഏൽക്കുന്നത്. ആ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഭാര്യയ്ക്കും കൂടെയാണ് ഏൽക്കുന്നത്. അവർ ഒരു ദേഹമാണ്. ഇരുവരും ഇരുദേഹമായിരുന്നെങ്കിൽ കൂടിയും വിവാഹ ബന്ധത്തിലൂടെ അവർ രണ്ടുപേരും ഒന്നിക്കുന്നു, കർത്താവായ ദൈവത്തിൽ ഒന്നിക്കുന്നു. ആ ഒരു പവിത്രതയോടെ അവർ കാത്തു സൂക്ഷിക്കേണ്ടതായ ഒന്നാണ്. മരണം വരെയും അവർ അത് കാത്തു സൂക്ഷിക്കണം. പലപ്പോഴും നമ്മുടെ ഈ ലോകത്ത് നോക്കുമ്പോൾ വിവാഹ മോചനം ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നു. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് വിവാഹമോചനം, വിവാഹമോചന നോട്ടീസ് കൊടുക്കുന്നു, വക്കീലിനെ സമീപിക്കുന്നു, ഉടനടി ഡൈവേഴ്സ് മേടിക്കുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ദൈവം നമുക്ക് ഒരു തുണയെ നൽകിയിട്ടുണ്ട്. ആ തുണയെ നാം സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുകയും നമ്മുടെ ജീവിത അവസാനം വരെയും നമ്മുടെ ആ ഒരു തുണയെ കൊണ്ടു നടക്കണം, സന്തോഷത്തിൽ അവരുമായിട്ട് പങ്കുചേരണം എന്ന് കാണുന്നു. നമ്മുടെ വിവാഹ ജീവിതത്തിൽ നാം ചിന്തിക്കുക, വിവാഹ ജീവിതം എപ്രകാരമാണ് നാം ജീവിക്കുന്നത്? എപ്പോഴും വഴക്കിലാണോ കലാശിക്കുന്നത്? എല്ലാ രാത്രിയും കുടുംബ വഴക്കുണ്ടോ? ഇത് നമ്മുടെ കുഞ്ഞുങ്ങളും കണ്ടു പഠിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിവാഹബന്ധം അത് ദൈവം ഒരുമിപ്പിച്ചതായ ഒരു ബന്ധമാണ്. ഒന്നും രണ്ടും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് അത് എന്താണ്, വേർപിരിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല എന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു. ആകയാൽ ദൈവം 10-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ദൈവമാണ് സ്ത്രീയെയും പുരുഷനെയും ഒന്നിപ്പിച്ചത്. മനുഷ്യർക്ക് വേർപിരിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. വീണ്ടും പറയുന്നു, ഭാര്യയെ ഉപേക്ഷിച്ചു മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ. ഇത് ശിഷ്യന്മാർ അതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്. അവർക്ക് മനസ്സിലായില്ല. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്. വീട്ടിൽ വെച്ച് ശിഷ്യന്മാർ പിന്നെയും അതിനെക്കുറിച്ച് ഈ കർത്താവായ ദൈവത്തിനോട്, യേശു ക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഭാര്യയെ ഉപേക്ഷിച്ചു മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ അവൾക്ക് വിരോധമായി വ്യഭിചാരം ചെയ്യുന്നു. സ്ത്രീയും ഭർത്താവിനെ ഉപേക്ഷിച്ചു മറ്റൊരുത്തനുമായി വിവാഹം കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നു. അതും അവിടെ പറയുന്നു. നാം നമ്മുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരോട് എപ്പോഴും വിശ്വസ്തരായിരിക്കണം എന്ന് ഇത് കാണിക്കുന്നു. അവരോട് അവിശ്വസ്തത കാണിക്കാൻ തക്കണം പാടില്ല.
ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് പരസ്പരമുള്ള ഒരു സഹകരണമാണ് കുടുംബജീവിതം. നമ്മൾ മനസ്സിലാക്കുക, ദൈവം ഒരുമിപ്പിച്ചായ ആ ഒരു ബന്ധത്തെ മനുഷ്യർക്ക് തകർക്കുവാൻ തക്കുന്ന സാധ്യമല്ല എന്ന്. അടുത്ത ഭാഗത്തിലേക്ക് 13 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യേശുവും ശിശുക്കളും, ജീസസ് ആൻഡ് ചിൽഡ്രൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ കുഞ്ഞുങ്ങളെ ആർക്കും ഇഷ്ടമല്ലാതിരിക്കുകയില്ല. അവരുടെ ആ ഒരു ചിരി, കുഞ്ഞുങ്ങളുടെ ചിരി കാണുമ്പോൾ കൂടുതൽ ഇഷ്ടമായിട്ട് നമ്മൾ അവരെ വാരിപ്പുണരുവാൻ, എടുക്കുവാൻ തക്കവണ്ണം തുടങ്ങും. നമുക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ആ ഒരു കളങ്കമില്ലാത്തൊരു ചിരി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അത് അവരുടെ ഉള്ളിൽ ഉള്ളതാണ് അവരുടെ പുറത്തേക്ക് വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഉള്ളിൽ മറ്റൊന്ന് വെച്ചുകൊണ്ട് പുറത്തേക്ക് അഭിനയിച്ച് ചിരിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. അവരുടെ ഉള്ളിൽ എന്താണോ, ഹൃദയത്തിൽ എന്താണോ, മനസ്സിലെന്താണോ അത് പുറത്തേക്ക് വരും. പലപ്പോഴും മുതിർന്നവർ അവനോട് ഉള്ളിൽ പക വെച്ചുകൊണ്ട് ഒരു ചിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ എന്താണോ അത് ആ നിഷ്കളങ്കതയോടെ, ആ മുഖത്തോടെ അവർ ചിരിക്കുന്നതായിട്ട് കാണുന്നു. ആ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു, ഒന്ന് തൊടുവാനും അനുഗ്രഹിക്കുവാനും വേണ്ടി. അപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു? കുഞ്ഞുങ്ങളെ തടുക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു. കാരണം ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കർത്താവ് യേശു ക്രിസ്തു. ആ ഒരു സമയത്ത് ഈ കുഞ്ഞുങ്ങളെ ഇപ്രകാരം അടുത്തേക്ക് കൊണ്ടുപോന്നാൽ കർത്താവിന് അതൊരു ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചായിരിക്കണം അവർ കുഞ്ഞുങ്ങളെ തടുത്തത്. പക്ഷേ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു മറുപടി 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ തൊടേണ്ടതിനു ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, യേശു ക്രിസ്തുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. ശിശുക്കളെ തടുത്തത്, കുഞ്ഞുങ്ങളെ തടുത്തത് യേശു ക്രിസ്തുവിന് ഇഷ്ടമായില്ല. അതുകൊണ്ട് മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ആദ്യം ഇൻസ്ട്രക്ഷൻ ഓൺ മാരേജ്, വിവാഹത്തെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു ഉപദേശിച്ചു. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ ഓൺ ചൈൽഡ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ്, കുഞ്ഞുങ്ങളെ കുറിച്ച് എപ്രകാരമാണ് അവരുടെ ആ നിഷ്കളങ്കത്വം, സ്വർഗീയ രാജ്യം എങ്ങനെയുള്ളവരുടേതാണ്, ഈ കുഞ്ഞുങ്ങളെ പോലെയുള്ളവരാണ്, കളങ്കമില്ലാത്തവരുടേതാണ്, വിശുദ്ധിയോടെ ജീവിക്കുന്നവരുടേതാണ് എന്നൊക്കെയും അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായി. അങ്ങനെ ഈ ഒരു ഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് അയക്കുന്നതായിട്ട് കാണുന്നു. അവൻ അവരെ അണച്ച് മാറോട് ചേർത്ത് അവരുടെ മേൽ കൈവച്ച് കുഞ്ഞുങ്ങളെ കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ലൊരു സമ്പത്താണ്, വരുന്ന ഒരു തലമുറയാണ്. ആ തലമുറയെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നാം ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്നു. നല്ല നിക്ഷേപം, അടുത്ത ഭാഗം, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ആ ഒരു പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതിന് ശേഷം കർത്താവ് യേശു ക്രിസ്തു പോകുന്ന സമയത്ത് 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശം ആക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ളതായ ഒരു ചോദ്യമുണ്ടോ? ദൈവമേ, നിത്യജീവനെ അവകാശമാക്കുവാൻ തക്കവണ്ണം ഞാൻ എന്തു ചെയ്യണം? ഞാൻ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിതം മാത്രം മതിയോ? അതോ ഇനിയും അധികമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ നിത്യജീവനെ അവകാശമാക്കുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ മറുപടി, നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ എന്തു ചെയ്യണം? അപ്പോൾ ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് നല്ല ഗുരു എന്നാണ്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞത്,
എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവൻ അല്ലാതെ നല്ലവൻ ആരുമില്ല. അതെന്തുകൊണ്ട് പറഞ്ഞു? യേശുക്രിസ്തു നല്ലവനല്ലേ? അപ്പോഴും ദൈവത്തെ അവിടെ ഉയർത്തി കാണിക്കുന്നതായിട്ട് കാണുന്നു. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. ഗോഡ് ഈസ് ലവ് ആണ്, അതുപോലെ ഗോഡ് ഈസ് ഗുഡ് ആണ്. ദൈവം നല്ലവനാണ്, ദൈവം സ്നേഹമാണ്. അപ്പോഴും ദൈവത്തെ അവിടെ കർത്താവ് ഉയർത്തി കാണിക്കുന്നു. അതിനുശേഷം പല കാര്യങ്ങളും കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുതെന്ന്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മനെയും ബഹുമാനിക്കുക എന്നുള്ളതായ പല കാര്യങ്ങളും പല കൽപ്പനകളും അവിടെ പറയുന്നു. അപ്പോൾ ആ വ്യക്തി പറയുന്നു, ഞാൻ ഇതൊക്കെയും എന്താണ് അനുഷ്ഠിച്ചു വരുന്നവനാണ്, ഇത് ഞാൻ അറിയുന്നതാണ്, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ ശീലിച്ചു വരുന്നവനാണ്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞായ ഒരു കാര്യം, ഒരു കുറവ് നിനക്കുണ്ട്. ഇതെങ്ങനെ യേശുക്രിസ്തുവിന് മനസ്സിലായി? ഒരു കുറവ് നിനക്കുണ്ട്. അവനൊരു ധനവാനായിരുന്നു. നാം മനസ്സിലാക്കുക, ഇവിടെ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം യേശുക്രിസ്തു പറയുന്നു. ഈ കൽപ്പനകളൊക്കെയും അവൻ അനുസരിക്കുന്നുവെന്ന് അവൻ പറയുന്നു. എന്നാലും ഒരു കുറവ് നിനക്കുണ്ട്. എന്താണ്? നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ആ വ്യക്തി ധനവാനായിരുന്നു, അവൻ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. എന്നിരുന്നാലും കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ കൽപ്പനകളൊക്കെ അവൻ അനുസരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒന്നാമത്തെ കൽപ്പന അവൻ ലംഘിക്കുന്നു. എന്താണ് ഒന്നാമത്തെ കൽപ്പന? നിന്റെ ദൈവമായ യഹോവയല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുന്നു. ദൈവം ആണ് നമ്മുടെ പ്രയോറിറ്റി. ഫസ്റ്റ് നമ്മൾ ദൈവത്തിന് കൊടുക്കണം എല്ലാം. അതിലുപരിയായിട്ട് അവൻ എന്ത് ചെയ്തു? നമ്മൾ താഴത്തേക്ക് വായിക്കുമ്പോൾ അവൻ ഇതൊക്കെയും വിറ്റ് കളഞ്ഞ് എന്നെ അനുഗമിക്കുവാൻ തക്കവണ്ണം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ അവൻ വളരെ വിഷമിച്ച് തിരിച്ച് ദുഃഖിതനായിട്ട് പോയതായിട്ട് കാണുന്നു. 22-ാമത്തെ വാക്യം വായിക്കുന്നത്, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ചു ദുഃഖിതനായി പോയി കളഞ്ഞു. കാരണം അവൻ അതിലേറെ തൻ്റെ ദൈവത്തിലേറെ അധികമായിട്ട് ആ സമ്പത്തിനെയാണ് അവൻ നോക്കുന്നത്. ആ സമ്പത്താണ് അവൻ്റെ ദൈവം എന്ന് നമുക്കതിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ദൈവം ഏതാണ്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ നാം പ്രമാണിക്കുന്നുണ്ടോ? അതോ ഇതേപോലെ ഞാനെല്ലാം പ്രമാണിക്കുന്നതാണ്? പക്ഷേ നമ്മുടെ പ്രയോറിറ്റിയെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും ആരായിരിക്കണം? ദൈവമായിരിക്കണം ഒന്നാം സ്ഥാനം. ദൈവത്തിന് വേണം നമ്മൾ ഒന്നാം സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ. അത് കഴിഞ്ഞേ മറ്റെന്തും ആകുവാൻ തക്കവണ്ണം പാടുള്ളൂ. എന്നേക്കാൾ അധികം നിന്റെ കുടുംബത്തെയോ മാതാവിനോ പിതാവിനെയോ സഹോദരിയോ സഹോദരനെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. കർത്താവായ ദൈവം ആണ് നമ്മുടെ പ്രയോറിറ്റി. അത് കഴിഞ്ഞേ മറ്റെന്തും ആകുവാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ അവൻ തൻ്റെ ദൈവത്തെക്കാൾ അധികമായിട്ട് ദൈവമായിട്ട് ആരെ സേവിച്ചു? അല്ലെങ്കിൽ തനിക്കുള്ള സമ്പത്തിനെ അവൻ സ്നേഹിച്ചു, സേവിച്ചു. നമുക്ക് ഇവിടെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട, നിരാശരാവരുത്. നമ്മുടെ പൂർണ്ണമായും നാം ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന് വേണ്ടുന്ന രീതിയിൽ നമ്മൾ നടക്കുക, ദൈവം കൽപ്പിച്ചതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച് ജീവിക്കുക. എങ്കിൽ നമുക്ക് നിക്ഷേപം എവിടെ ഉണ്ടാകും? സ്വർഗത്തിലുണ്ടാകുമെന്ന് വലിയവനായ ദൈവം പറയുന്നു. നമുക്കിവിടെ നിക്ഷേപം ഉണ്ടായിട്ടൊരു കാര്യമില്ല. നമുക്ക് സ്വർഗത്തിലായിരിക്കണം നമ്മുടെ നിക്ഷേപം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്നും കർത്താവ് യേശുക്രിസ്തു വരുമെന്നും നമ്മെ ചേർത്ത് കൊള്ളുമെന്നുമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. പലപ്പോഴും പലരും പല വിശ്വാസികളും ഈ ലോകത്തുള്ളതായ ഓരോ കാര്യങ്ങൾക്ക് പുറകിലാണ് ജീവിക്കുന്നത്. അവർ ആ നിത്യജീവനെ അവകാശമാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ധനവാന്റെ പോലെ പലതും വിട്ടൊഴിയുവാൻ തക്കവണ്ണം അവന് ഇപ്പോഴും കഴിയുന്നില്ല. നമുക്കെല്ലാവർക്കും നിത്യജീവനെ നേടിയെടുക്കുവാൻ തക്കവണ്ണം അവകാശികളാകുവാൻ തക്കവണ്ണമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് നമുക്ക് കഴിയുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് പല കാര്യങ്ങൾ കൊണ്ട് അത് തടസ്സമായി വരുന്നു. നമുക്കുള്ള പലതും നമുക്ക് ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല എന്ന് കാണുന്നു. പക്ഷേ ദൈവത്തിന് നാം ഒന്നാം സ്ഥാനം കൊടുക്കുക. നമ്മുടെ പ്രയോറിറ്റി ദൈവത്തിലായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, എൻ്റെ പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്കു കഴിയുമോ എന്ന്.
കർത്താവായ യേശു ക്രിസ്തു സഹിച്ചതുപോലെ നമുക്ക് സഹിക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ? ആ ഒരു വലിയ കഷ്ടതയുടെ പ്രയാസം വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത് എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാകുമോ? ചിന്തിക്കുക. കർത്താവ് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നു. ഇവിടെ 32 മുതൽ 45 വരെയുള്ളതായ വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു. അവർ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യേശു അവർക്ക് മുൻപായി നടന്നു. അവർ വിസ്മയിച്ചു, അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. അവൻ പിന്നെയും 12 കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിനു വിധിച്ചു ജാതികൾക്ക് ഏൽപ്പിക്കും. അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന, വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ സെബദിയുടെ മക്കളായ, സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരു കാര്യം പറയുന്നു. ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളൊരു കാര്യം ആവശ്യപ്പെടുവാൻ തക്കണം പോവുകയാണ്, അത് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറയുന്നു. എന്താണ് ആവശ്യം? ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. 37-ാമത്തെ വാക്യം, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. അത് കേട്ട് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്നു നിങ്ങൾ അറിയുന്നില്ല. പിന്നീട് പറയുന്നു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് അവർ പറയുന്നു, കഴിയും. അവർ വരുവാനിരിക്കുന്ന ക്രൂശിന്റെ കഷ്ടതകളെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് അവർ ഗ്രഹിച്ചില്ല, മനസ്സിലാക്കിയില്ല. എന്താണ് കർത്താവ് യേശു ക്രിസ്തു ഉദ്ദേശിച്ചതെന്ന് അവർ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. കർത്താവ് യേശു ക്രിസ്തു അവർക്ക് ഭാവിയിൽ സംഭവിക്കാനുള്ളതായ കഷ്ടതകളെക്കുറിച്ച് പ്രവചിച്ച് പറഞ്ഞു. അവർക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ല എന്താണെന്ന്. കർത്താവ് യേശു ക്രിസ്തു കുടിക്കുവാൻ തക്കൊണ്ട് പോകുന്ന പാനപാത്രം എന്താണെന്ന്, ആ കഷ്ടതയുടെ പാനപാത്രം, ആ ക്രൂശിൻ്റെ പ്രയാസം ഒക്കെയും ആണ് കർത്താവ് ഉദ്ദേശിച്ചത്. പക്ഷെ അവർ അത് മനസ്സിലാക്കിയില്ല. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, പ്രവചിച്ച് പറയുന്നു, നിങ്ങൾ അത് എന്താണ് സഹിക്കും. ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ സഹിക്കുന്ന കാര്യം, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും. കർത്താവ് യേശു ക്രിസ്തു എന്താണ് ഉദ്ദേശമെന്ന് യാക്കോബും യോഹന്നാനും ഇവിടെ കാണുന്നില്ല. എന്നാലും യേശു ക്രിസ്തു അവരെക്കുറിച്ച് പറയുന്നു, നിങ്ങൾക്കതിന് സാധിക്കുമെന്ന്. കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയും കർത്താവിൻ്റെ സ്നാനം ഏൽക്കുകയും ചെയ്യും എന്ന് യേശു അപ്പോൾ പ്രവചിച്ചു പറഞ്ഞു അവരെക്കുറിച്ച്. നമ്മൾ നോക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലനാണ് ആദ്യമായി രക്തസാക്ഷിത്വം വഹിച്ചത് കർത്താവിന് വേണ്ടി. ഏറ്റവും അവസാനം, ഏറ്റവും ഒടുവിൽ സാധാരണ മരണം കൈവരിച്ചത് യോഹന്നാനും. ഈ 2 വ്യക്തികളുമാണ് ഇവിടെ ചോദ്യം ചോദിച്ചത്. അതിൽ യാക്കോബ് ആദ്യം കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു. കർത്താവ് പറഞ്ഞതുപോലെ അത് സംഭവിച്ചു. യോഹന്നാൻ അവസാനം വരെയും ഇരുന്നു. വാർദ്ധക്യ ആ ഒരു അവസ്ഥയിൽ മരണപ്പെട്ടു. സാധാരണ മരണം കൈവരിച്ചത് യോഹന്നാൻ മാത്രമാണ്. എന്നിരുന്നാലും പല കഷ്ടതകളും സഹിച്ചു. പത്മോസിൽ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു, തിളച്ച എണ്ണയിലിട്ടു. എന്നിട്ടും മറ്റു പ്രയാസങ്ങളൊന്നും കർത്താവ് വരുത്തിയില്ല. അവൻ്റെ മേൽ കർത്താവിനൊരു വെളിപ്പാടുണ്ടായിരുന്നു, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നാം ഈ ബൈബിളിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നു. എന്തിനു വേണ്ടി യോഹന്നാനെ ജീവനോടെ ശേഷിപ്പിച്ചു എന്ന് കാണുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ കർത്താവിൻ്റെ പാനപാത്രം എന്നത് ഗെത്ശമനയിൽ അതുപോലെ ക്രൂശിലും കർത്താവ് സഹിക്കുന്നതായ കഷ്ടപ്പാടിനെ കുറിച്ചും അതുപോലെ സ്നാനം എന്നത് കർത്താവിൻ്റെ മരണം
അതുപോലെ കർത്താവിൻ്റെ അടക്കവും ആണ് എന്ന് കാണുന്നു. ഇത് സഹിക്കാൻ തക്കവണ്ണം നാം തയ്യാറാണോ ഇന്ന്? ഇത് നമുക്ക് കൂടെ ഉള്ളതായ ഉപദേശമാണ്. കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? കർത്താവിന് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ, സുവിശേഷവുമായി ബന്ധപ്പെട്ട് കർത്താവുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ നാം തയ്യാറാണോ എന്ന് നാം ചിന്തിക്കുക. അവസാന ഭാഗം വരുമ്പോൾ, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? ഈ ശിഷ്യന്മാരോട് കർത്താവ് യേശുക്രിസ്തു ചോദിച്ചതുപോലെ ആ കുരുടനായ വ്യക്തിയോട് ചോദിക്കുകയാണ്. ഭിക്ഷക്കാരനായ തിമായിയുടെ മകനായ ബർത്തിമായി എന്നുള്ളതായ ആ ഒരു കുരുടൻ കർത്താവ് പോകുന്ന വഴിയിൽ പോകുന്നുണ്ടെന്ന് വിവരം കിട്ടി പറയുകയാണ്, ദാവീദ് പുത്ര, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന്. 46 മുതൽ 52 വരെയുള്ളതായ വേദഭാഗം നമ്മൾ അവസാനം ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. കുരുടന് കാഴ്ച കൊടുക്കുന്ന ഒരു ഭാഗം, സകലവും ഇട്ടെറിഞ്ഞ് കുരുടൻ അവസാനം കർത്താവിനെ അനുഗമിക്കുന്നു. ആ യാത്രയിൽ അവനെ അനുഗമിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ആ കുരുടന്മാരെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്, ഭിക്ഷയാചിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് സഹായം ആരുമില്ല. മറ്റുള്ളവരിൽ നിന്നും അവർ വ്യത്യസ്തരായിട്ട് ജീവിക്കുന്നു. അവർക്കൊന്നുമില്ല, ഉണ്ണുവാനോ ഉടുക്കുവാനോ ഒന്നുമില്ല. എന്നിരുന്നാലും നമ്മളത് വായിക്കുമ്പോൾ ആ കുരുടൻ കർത്താവ് പോകുന്നത് അറിഞ്ഞ് കർത്താവിനെ വിളിക്കുന്നു. പലരും മിണ്ടാതിരിക്കുവാൻ തക്കണം ആവശ്യപ്പെടുന്നു. എന്നിട്ടും ശാസിച്ചിട്ടും, പലരും അവനെ ശാസിച്ചിട്ടും, അവൻ്റെ വിശ്വാസം നിമിത്തം ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞതായിട്ട് കാണുന്നു. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു അവിടെ നിന്ന് അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുന്നേൽക്ക, ധൈര്യപ്പെടുക എന്ന് പറഞ്ഞ് കർത്താവ് പറയുകയാണ്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത്? ഇത് നമ്മോടുള്ള ഒരു ചോദ്യമാണ്. യഹോവയായ ദൈവം, കർത്താവായ ദൈവം നമുക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. നാം ഈ അന്ത്യനാളുകളിൽ ജീവിക്കുമ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മൾ ആവശ്യമാണ്. ദൈവ വഴി ഇന്നതെന്ന് മനസ്സിലായിച്ച് അല്ലെങ്കിൽ ഗ്രഹിച്ചറിഞ്ഞ് അതിലൂടെ ജീവിക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും പലർക്കും അതിന് സാധ്യമാകുന്നില്ല. അങ്ങനെ അവൻ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവനുള്ളതായ പുതപ്പ്, ആ ഷെൽട്ടർ അവൻ ഉരിമാറ്റി, അത് ഒഴിവാക്കി കളഞ്ഞു. അവനുള്ളതെല്ലാം വിട്ടെറിഞ്ഞ് കർത്താവിങ്കിലേക്ക് അടുത്ത് വന്നു. കർത്താവ് ചോദിച്ചു, ഈ ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ 36-ാമത്തെ വാക്യം, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതുപോലെ ഈ കുരുടനോടും ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? അതിന് കുരുടൻ പറഞ്ഞു, റബ്ബു, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാണണം. യേശു അവനോട്, പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടുന്നതായ ആവശ്യമാണെങ്കിൽ ദൈവം അത് നടത്തിത്തരും. ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഈ ആവശ്യം ഉപകരിക്കുന്നു എന്ന് കർത്താവിന് തോന്നിയാൽ അത് നടത്തിത്തരും. നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് നിത്യജീവനാണ് പ്രധാനം. ഈ ലോകത്തിലല്ല, വരുവാനുള്ള ലോകത്തിൽ കർത്താവിനോട് കൂടെ ജീവിക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരാൾ നഷ്ടപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കൂടെയുള്ളതായ ഉപദേശങ്ങളാണ് ദൈവം ഈ പാഠത്തിലൂടെ, ഈ 10-ാം അധ്യായത്തിലൂടെ കർത്താവ് യേശുക്രിസ്തു പകർന്ന് നൽകിയത്. അന്ന് ശിഷ്യന്മാരാണെങ്കിൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നാം ശിഷ്യന്മാരാണ്. ആ ശിഷ്യന്മാർക്ക് വേണ്ടുന്ന ക്വാളിറ്റികളും തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും നാം കാത്തു സൂക്ഷിക്കുക. ദൈവകൽപ്പന നാം പ്രമാണിക്കുക. പ്രയോറിറ്റി നാം ദൈവത്തിന് നൽകുക. കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കുക.
അതിനനുസരിച്ച് ജീവിക്കുക. കർത്താവ് യേശു ക്രിസ്തു ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കുക. കർത്താവ് യേശു ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുക. യേശു ക്രിസ്തു സംസാരിച്ചതുപോലെ ഇടപഴകിയതുപോലെ നാമും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുവാൻ, ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാനുമായിട്ട് നാം ശ്രമിക്കുക. ഇതാണ് നമുക്ക് ഈ ആഴ്ചയിൽ ദൈവം നൽകുന്ന ഉപദേശം. വിവാഹബന്ധം പവിത്രതയാണ്, പവിത്രമുള്ളതാണ്, ദൈവം സ്ഥാപിച്ചതാണ്. അത് മനുഷ്യരെ കൊണ്ട് വേർപിടിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. നാം നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസ്നേഹത്തിൽ വളർത്തുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പ്രയോറിറ്റി ദൈവമായിരിക്കണം. 10 കൽപ്പനകളും കർത്താവ് യേശുവിലുള്ള വിശ്വാസവും നമ്മൾ കാത്തു സൂക്ഷിക്കുക. അതിനായിട്ട് വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ പാഠപഠനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ശിഷ്യന്മാരെ ഉപദേശിക്കുന്നു. ഭാഗം 2. ഒന്നാമത്തെ ഭാഗം അടിയങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. രണ്ടാമത്തെ ഭാഗം ഇന്ന് കർത്താവ് അടിയങ്ങൾ ചിന്തിച്ചു. അടിയങ്ങളെയും ഉപദേശിച്ചതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ ഉപദേശങ്ങൾ ഓരോന്നും അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, കുടുംബജീവിതം, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതം, അതുപോലെ അടിയങ്ങളുടെ പ്രയോറിറ്റി, മുൻസ്ഥാനം എന്തിനു കൊടുക്കണമെന്നും കർത്താവിൻ്റെ കൽപ്പനയ്ക്കും അങ്ങയ്ക്കുമുള്ള പ്രാധാന്യത്തെക്കുറിച്ചും, അടിയങ്ങളുടെ ആവശ്യം നിത്യജീവന് അവകാശികളാകുവാനാണ് അടിയങ്ങളുടെ ആവശ്യം. അതിനനുസരിച്ച് അടിയങ്ങൾക്ക് അങ്ങയോട് യാചിക്കുവാൻ അടിയങ്ങൾ ആഗ്രഹിക്കുന്നു. ആ നിത്യജീവന് അവകാശികളാകുവാൻ, ഈ പറയുന്നതായ ഓരോ കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കുവാനായിട്ട് അടിയങ്ങളെ സഹായിക്കണം. കേൾവിക്കാരായ ഓരോ ദൈവമക്കളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വമേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ.